नमस्ते। आज की कक्षा में सबको स्वागत। पिछली कक्षा में क्रिया विशेषण के बारे में पढ़ा। प्रयोग के विचार से क्रिया विशेषण कितने प्रकार के होते हैं, ये क्या क्या है। यहाँ क्रिया विशेषण 3 प्रकार के होते हैं: साधारण क्रिया विशेषण, संयोजक क्रिया विशेषण, अनुबद्ध क्रिया विशेषण। साधारण क्रिया विशेषण यह है जिन क्रिया विशेषणों का प्रयोग वाक्य में स्वतंत्र रूप में होता है। जल्दी चलो, धीरे बोलो आदि उदाहरण है। दूसरा संयोजक क्रिया विशेषण है, जो क्रिया विशेषण उपवाक्यों को मिलाते हैं, उपवाक्यों को मिलाने के लिए प्रयोग करते हैं। जैसे जब अध्यापक आए तब विद्यार्थी खड़े हो गए, जैसा करोगे वैसा बरोगे। കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. തേർഡ്, अनुबद्ध क्रिया विशेषण, जो क्रिया विशेषण निश्चय अथवा निर्णय का बोध कराने के लिए प्रयोग करते हैं। आप इसे अपना ही बेटा समझे, वह उर्दू भी जानता है आदि इसका उदाहरण है. ഇപ്പോൾ നമ്മൾ അവികാരി ശബ്ദത്തിൽ വരുന്ന ക്രിയാവിശേഷണമാണ് പഠിച്ചു കഴിഞ്ഞത്. ഇനി നെക്സ്റ്റ് വരുന്നത് സംബന്ധബോധകമാണ്. എന്താണ് സംബന്ധബോധക? പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് जो अविकारी शब्द संख्या अथवा सर्वनाम के साथ प्रयुक्त होकर वाक्य के अन्य शब्दों के साथ उसका संबंध सूचित करते हैं, उन्हें संबंधबोधक कहते हैं. എന്താണ് സംബന്ധബോധം? സംബന്ധം എന്ന് പറഞ്ഞാൽ റിലേഷൻ, പരസ്പര ബന്ധമാണ് പറയുന്നത്. എന്താണ്? ജോ അവികാരി ശബ്ദം, ഏത് അവികാരി ശബ്ദമാണോ, വേടാണോ, സപ്ന യാ സംഖ്യ അഥവാ സർവനാം കെ സാത്ത് പ്രയുക്ത് ഹോക്കർ, നൗണിൻ്റെ കൂടെയും പ്രോണൗണിൻ്റെ കൂടി നമ്മൾ പ്രയോഗിച്ചിട്ട് വാക്യക്ക് അന്യ ശബ്ദം കെ സാത്ത്, ആ സെൻറ്റൻസിലെ മറ്റു വേർഡ്സുമായിട്ടുള്ള ഉൻകാ സംബന്ധ്, ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് പറയുന്നത്? സംബന്ധബോധക അവ്യയം എന്ന് പറഞ്ഞാൽ ഏതൊരു അവ്യയമാണോ നാമത്തിൻ്റെയോ സർവനാമത്തിൻ്റെയോ പിന്നിൽ വന്നിട്ട് വാക്യത്തിലെ മറ്റ് പദങ്ങളോടുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നത്, ഇതിനെ നമ്മൾ സംബന്ധബോധകമെന്ന് പറയുന്നു. അതായത് ഒരു സെൻറ്റൻസിലെ മറ്റ് വേർഡ്സുമായിട്ടുള്ള വാക്കുകളുമായിട്ടുള്ള ബന്ധത്തെ സൂചിപ്പിക്കാനായിട്ട് ഒന്നുകിൽ നൗണിൻ്റെ കൂടെ ആയിരിക്കും, അല്ലെങ്കിൽ പ്രോനൗണിൻ്റെ കൂടെ വരുന്ന അവികാരി ശബ്ദമാണ് നമ്മൾ എന്ത് പറയുന്നത്? സംബന്ധബോധകമെന്ന് പറയുന്നത്. അപ്പോൾ ഏത് അവ്യയമാണോ അല്ലെങ്കിൽ ഏത് അവികാരി ശബ്ദമാണോ നൗണിൻ്റെയും സർവനാമിൻ്റെയും കൂടെ വന്നിട്ട് അത് മറ്റ് വാക്യത്തിലെ മറ്റ് പദങ്ങളുമായിട്ടുള്ള മറ്റ് വേർഡ്സായിട്ടുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നത്, അതാണ് സംബന്ധബോധകമെന്ന് പറയുന്നത്. ജൈസെ സ്കൂൾ കെ സാമനെ മൈതാൻ ഹെ, घर के पास नदी है, नदी के किनारे जंगल है. അപ്പോൾ അതിൽ ഒരു 2-3 സംബന്ധബോധക വരുന്നുണ്ട്. സ്കൂൾ കെ സാമനെ മൈതാൻ ഹെ, സ്കൂളിൻ്റെ മുന്നിൽ ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ അതിൽ കെ സാമനെ എന്ന് പറയുന്നതാണ് നമ്മൾ ആ പരസ്പര ആ വേർഡ്സിനെ കൂട്ടിച്ചേർക്കാനായിട്ട് അല്ലെങ്കിൽ അതിലെ ബന്ധത്തെ കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. കെ സാമനെ എന്നാണ്. അതുപോലെ ഗർക്കെ പാസ് നദി ഹെ, വീടിനടുത്ത് നദിയുണ്ട്. ഇപ്പോൾ വീടും നദിയും അതിനെ രണ്ടിനെയും കൂടിച്ചേർക്കാനായിട്ട് ഗർക്കെ പാസ് നദി ഹെ എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ നദി കെ കിനാര ജംഗൽ ഹെ, നദിയുടെ അടുത്ത് എന്തുണ്ട്? നദിയുടെ തീരത്ത് കാടുണ്ട്. അപ്പോൾ അവിടെ കെ കിനാരെ, അപ്പോൾ നമ്മൾ കെ സാമനെ, കെ പാസ്, കെ കിനാരെ തുടങ്ങിയ അതിൽ സംബന്ധബോധകമായിട്ട് വരുന്നത്. അപ്പോൾ ഒരു സെൻറ്റൻസിലെ പരസ്പര ബന്ധത്തെ കാണിക്കാനായിട്ട്, ബന്ധത്തെ സൂചിപ്പിക്കാനായിട്ട് ഒന്നുകിൽ നൗണിൻ്റെ കൂടെ അല്ലെങ്കിൽ പ്രോനൗണിൻ്റെ കൂടെ വരുന്നതാണ് സംബന്ധബോധക എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ വാക്യോं में के सामने, के पास और के किनारे संबंधबोधक है. ഇപ്പോൾ ഈ 3 സെൻറ്റൻസിൽ, അതായത് സ്കൂൾ കെ സാമനെ മൈതാൻ ഹെ എന്നുള്ളതിൽ കെ സാമനെ എന്നുള്ളതും
ഗർ കെ പാസ് നദി എന്നുള്ളത് കെ പാസ് എന്നുള്ളത്, അതുപോലെ നദിക്ക് കിനാരെ ജംഗിൾ ഹേ എന്നുള്ളതിൽ കെ കിനാരെ എന്നുള്ളത് സംബന്ധബോധകമാണ്. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ഇവിടെ വിദ്യാലയ കെ പാസ് ജാമുൻ കെ പേട് ലഗേ ഹേ. കെ പാസ് വിദ്യാലയത്തിൻ്റെ അടുത്ത് എന്തുണ്ട്? ഞാവൽ മരം ഉണ്ട്. അതുപോലെ മോഹൻ കെ സിവ മേര കോൻ ഹേ. മോഹൻ ഇല്ലാതെ ഞാൻ ആരാണെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മോഹൻ നമ്മൾ പറയുന്നത് കെ പാസ്, അതുപോലെ തന്നെ കെ സിവ, ഇതൊക്കെ നമുക്ക് സംബന്ധബോധകമായിട്ട് നമ്മൾ പ്രയോഗിക്കുന്ന വാക്കുകളാണ്. പരസ്പര ബന്ധത്തെ, മറ്റു വാക്കുകളുമായിട്ടുള്ള പരസ്പര ബന്ധത്തെ കാണിക്കാനായിട്ട് അത് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ അവ്യയങ്ങളെന്ന് അല്ലെങ്കിൽ നമ്മൾ ഇവിടെ അവികാരി ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത് എന്താണ്? അവികാരി ശബ്ദം എന്ന് പറഞ്ഞാൽ മാറ്റങ്ങൾ വരുന്നില്ല എന്നുള്ള അർത്ഥമാണ്. അവികാരി ശബ്ദമാണ് നമ്മൾ തുടങ്ങിച്ചോ. അവികാരി ശബ്ദം സംബന്ധബോധം ക്രിയാവിശേഷണമൊക്കെ അവികാരി ശബ്ദമാണ്, ചേഞ്ച് വരുന്നില്ല. അതായത് ലിംഗത്തിനും വചനത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരാത്ത പദങ്ങളാണത്. അപ്പോൾ ഇതിൽ ഇനി വരുന്നത് നമ്മൾ പ്രയോഗാനുസാർ സംബന്ധബോധ അവ്യം കെ ദോ ഭേദ് ഹേ. അവ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവികാരി ശബ്ദമാണ്. അവ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിംഗം വചനം ഇത് ഉപയോഗിച്ചൊരു മാറ്റവും വരാത്ത പദങ്ങളാണ്, വേർഡ്സാണ് അവ്യ എന്ന് പറയുന്നത്. അവികാരി ശബ്ദം തന്നെ. അപ്പോൾ അതിൽ പറയുന്നതാണ് പ്രയോഗാനുസാർ സംബന്ധബോധ അവ്യം കെ ദോ ഭേദ് ഹേ. അപ്പോൾ പ്രയോഗത്തിനനുസരിച്ച് നമ്മുടെ സംബന്ധബോധക അവ്യയെ 2 തരത്തിലാണ് തിരിക്കുന്നത്. സംബദ്ധ്, അനുബദ്ധ്. സംബന്ധബോധക അവ്യയെ പ്രയോഗത്തിനനുസരിച്ച് 2 തരമായിട്ട് തിരിച്ചു. സംബദ്ധ്, അനുബദ്ധ് എന്ന് 2ആയിട്ടാണ് ഇവിടെ തിരിക്കുന്നത്. ഒന്നാമത്തെ സംബദ്ധാണ്. जो संबंधबोधक अव्यय विभक्तियों के आगे प्रयुक्त होते हैं वे संबंधबोधक अव्यय कहलाते हैं. എന്താണ് സംബന്ധബോധക് അവ്യയം എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രദ്ധിക്കുക, സംബന്ധബോധകിൽ 2ആയിട്ട് തിരിക്കുന്നതാണ് സംബദ്ധും അനുബദ്ധും. അപ്പോൾ സംബദ്ധ് എന്ന് പറയുന്നത് എന്താണ്? ജോ സംബന്ധബോധക് അവ്യയ്, ഏത് സംബന്ധബോധക് അവ്യയമാണോ വിഭക്തിയൊക്കെ ആകെ പ്രയുക്ത ഹോത്തെ ഹേ, അതായത് വിഭക്തി ചിഹ്നങ്ങളുടെ മുന്നിൽ ഉപയോഗിക്കുന്നത് ഏതെല്ലാം അവ്യയങ്ങളാണോ അതിന് നമ്മൾ സംബന്ധബോധ അവ്യയ कहलाते हैं. നമ്മൾ സംബന്ധബോധക അവ്യയം എന്ന് പറയുന്നു. ശ്രദ്ധിക്കേണ്ട പോയിൻ്റ് ഇതാണ്. ആദ്യം നമ്മൾ സംബന്ധബോധകം എന്താന്ന് പറഞ്ഞു. സപ്നയുടെ അല്ലെങ്കിൽ സർവനാമൻ്റെ കൂടെ നമ്മൾ വാക്യത്തിൽ അന്യ ശബ്ദം കെ സാത്ത് ഉൻക സംബന്ധ സൂചിത കർത്തായി, അതാണ് സംബന്ധബോധകം എന്ന് പറഞ്ഞു. അതിൽ 2ആയിട്ട് തിരിക്കുന്നതാണ് സംബദ്ധ്. ആദ്യത്തേണ് സംബദ്ധ്. എന്താണ് സംബദ്ധ്? സംബദ്ധ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോ സംബന്ധബോധക അവ്യയ് വിഭക്തിയും കെ ആകെ, വിഭക്തി ചിഹ്നങ്ങളിലെ തൊട്ട് മുന്നിലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, വിഭക്തി ചിഹ്നം കഴിഞ്ഞ് അടുത്ത് വരുന്നത് കെ ആകെ പ്രയുക്ത ഹോത്തെ ഹേ വേ संबंधबोध अव्यय कहलाते हैं. जैसे राम के पास कुछ भी नहीं है. राम के पास, കെ എന്ന് പറയുന്നത് വിഭക്തി ചിഹ്നത്തിൻ്റെ തൊട്ട് മുന്നിലായിട്ട് നമ്മൾ ഉപയോഗിച്ച പാസ്, കെ പാസ്. राम के पास कुछ भी नहीं है, इसके सिवा तुम कर ही क्या सकते हो. राम के पास, അവിടെ നമ്മൾ ഉപയോഗിച്ചത് കെ എന്ന് പറയുന്ന വിഭക്തി ചിഹ്നത്തിൻ്റെ തൊട്ട് മുന്നിൽ നമ്മൾ വെച്ചതാണ് കെ പാസ് എന്ന് വന്നു. രാം കെ പാസ് കുച്ച് ബി നഹി ഹേ. ആ സെൻറ്റൻസിനെ നമ്മൾ ആ ബന്ധത്തെ കാണിക്കാനായിട്ട് അവിടെ സംബന്ധബോധക അവ്യയം ഉപയോഗിച്ചത് കെ പാസ് എന്നുള്ളതാണ്. അത് സംബന്ധബോധ അവ്യയാണ്. വിഭക്തിയുടെ തൊട്ട് മുന്നിലാണത് ഉപയോഗിക്കുന്നത്, വിഭക്തി ചിഹ്നം കഴിഞ്ഞിട്ട് വരുന്നത്. ഇസ്കെ സിവ തും കർഹി ക്യാ സക്തേ ഹോ, അവിടെ കെ സിവ, ഇസ്കെ സിവ, കെ സിവ, കെ കഴിഞ്ഞിട്ടാണ് അവിടെ സിവ എന്നുള്ള വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത് രണ്ടും എന്താണ്? സംബന്ധബോധക അവ്യയാണ്. ഇതിൽ പറയുന്നുണ്ട് ഇൻ വാക്യമേ കെ പാസ് और കെ സിവ സംബന്ധബോധക. അപ്പോൾ ഈ പറഞ്ഞ ഈ 2 സെൻറ്റൻസിൽ, അതായത് രാം കെ പാസ് കുച്ച് ബി നഹി ഹേ എന്നുള്ളതിൽ കെ പാസ് എന്നുള്ളതും ഇസ്കെ സിവ തും കർഹി ക്യാ സക്തേ ഹോ എന്നുള്ളതിൽ കെ സിവ എന്നുള്ളതും സംബന്ധബോധക അവ്യയാണ്.
इनके अतिरिक्त के ऊपर, के नीचे, के भीतर, के उपरांत, के पीछे, के सिवा, के अनुसार, के योग्य, की अपेक्षा, की जगह, की खातिर, की तरफ, की तरह, से परे, से रहित आदि भी संबद्ध संबंधबोधक के उदाहरण है. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കുറച്ച്, അതായത് പാസ് നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. പാസിൻ്റെ മുന്നിൽ കെ ആണ് വെക്കുക. കെ ആകെ, കെ പീച്ചെ, കെ സാമനെ, കെ. അപ്പോൾ ആ കുറച്ച് വേർഡ് നമ്മൾ കെ കാരൻ, കെ ലിയെ. അപ്പോൾ നമ്മൾ ചില വേർഡ്സ് അത് നമ്മൾ കെ പാസ്, അതായത് ഈ വിഭക്തി ചിഹ്നം കഴിഞ്ഞിട്ട് നമ്മൾ വെക്കുന്നതാണ് സംബദ്ധ സംബന്ധബോധകം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കെ പാസും കെ സിവ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു. ഇത് കൂടാതെ ഒരുപാട് വേർഡ്സ് ഇതുപോലെ വരുന്നുണ്ട്. എനിക്ക് അതിരിക്ത്, ഇതിന് പുറമേ, കെ ഊപ്പർ, കെ നീച്ചെ, അതുപോലെ തന്നെ കെ ഭീത്തർ, കെ ബാഹർ, കെ ഭീത്തർ, അല്ല കെ ഉപരാന്ത്. അത് നമ്മൾ കെ അതിരിക്ത്, അതിന് കൂടെ നമ്മൾ പറഞ്ഞു എനിക്ക് അതിരിക്ത്, കെ അതിരിക്ത്, के उपरांत, के पीछे, उसके पीछे, उसके सिवा, के सिवा, प्रयोग के अनुसार നമ്മളങ്ങനെ പറയുന്നത് സെൻറ്റൻസിലാണ് വരുന്നുണ്ട്. പ്രयोग के अनुसार നമ്മൾ പറഞ്ഞു. के अनुसार, के योग्य, की അപേക്ഷ. അതുപോലെ തന്നെ की എന്ന് പറയുന്നത് വിഭക്തി ചിഹ്നത്തിൻ്റെ കൂടെ കുറച്ച് വേർഡ്സ് ഉപയോഗിക്കും. की അപേക്ഷ, की जगह, की खातिर, की तरफ, की तरह. അതുപോലെ സേ വെച്ചിട്ടുണ്ട്, സേ പരെ, സേ രഹിത് ആദി ബി സംബദ്ധ സംബന്ധബോധക് അവ്യയ്ക്ക് ഉദാഹരണം ഹേ. ഇപ്പോൾ ഒരുപാട് വേർഡ്സ്, അതായത് വിഭക്തി ചിഹ്നത്തിന് മുൻപ് വരുന്ന, അതായത് വിഭക്തി കഴിഞ്ഞിട്ട് കുറേ വേർഡ്സ് വരുന്നത്, അതായത് കെ വെച്ചിട്ടായിരിക്കും. ചിലപ്പോൾ കീ വെച്ചിട്ട്, കീ അപേക്ഷ, രാം കീ അപേക്ഷ. അതുപോലെ തന്നെ കീ തരഹ്, ഉസ്കി തരഹ്. അതുപോലെ തന്നെ സേ രഹിത്. അതുപോലെ അങ്ങനെയുള്ള കുറേ വേർഡ്സ് നമുക്ക് സംബദ്ധത്തിൽ വരുന്നുണ്ട്. ഇനി അനുബദ്ധ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. അപ്പോൾ സംബദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോ സംബന്ധബോധക അവ്യയ് विभक्तियों के आगे प्रयुक्त होते हैं. विभक्तियों के आगे विभक्ति चिन्हों के आगे प्रयोग करते हैं. അതാണ് സംബദ്ധ സംബന്ധ ബോധക അവ്യയ്. നെക്സ്റ്റ് ഇതിൽ രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു അനുബദ്ധ സംബന്ധബോധക അവ്യയ്. രണ്ടായിട്ടാണ് തിരിച്ചത്. രണ്ടാമത്തെയാണ് അനുബദ്ധ എന്ന് പറയുന്നത്. जो संबंधबोधक अव्यय संख्या के बाद विभक्ति रहित रूप में प्रयुक्त होते हैं. ഇപ്പോൾ നമ്മൾ സംബദ്ധത്തിൽ പറഞ്ഞത് വിഭക്തി ചിഹ്നത്തോട് കൂടിയിട്ടുള്ളതാണ് പറഞ്ഞത്. എല്ലാവരും വിഭക്തി ചിഹ്നം ഉണ്ടാവും. ഒന്നുകിൽ കെ ഉണ്ടായിരിക്കില്ല, കീ ഉണ്ടായിരിക്കില്ല, സേ, അങ്ങനെയുള്ള വിഭക്തി ചിഹ്നങ്ങൾ അതിൽ വരുന്നുണ്ട്. എന്നാൽ അനുബദ്ധത്തിൽ പറയുന്നത് ജോ സംബന്ധബോധ അവ്യയ സംഖ്യ കെ ബാദ് വിഭക്തി രഹിത രൂപ में. ഇതിലെ സംബന്ധബോധ അവ്യയ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നൗണിന് ശേഷം വിഭക്തി രഹിത രൂപമേ, വിഭക്തി ചിഹ്നങ്ങളൊന്നും ഇല്ലാത്ത രൂപങ്ങൾ. നമ്മൾ കാരകിൽ പഠിച്ചു, 8 കാരകം ഉണ്ടായിരുന്നല്ലോ, നമ്മൾ ഓരോ വിഭക്തി ചിഹ്നം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വിഭക്തി ചിഹ്നങ്ങൾ ഇല്ലാതെ വരുന്നത് വിഭക്തി രഹിത രൂപമേ, കെ എന്നുള്ളതോ സേ എന്നുള്ളതോ ഉള്ള വിഭക്തി ചിഹ്നങ്ങളൊന്നും തന്നെ വരാതെ പ്രയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സംബദ്ധത്തിൽ വരുന്നത് വിഭക്തി ചിഹ്നങ്ങളുണ്ട്, അനുബദ്ധത്തിലാണെങ്കിൽ വിഭക്തി രഹിത രൂപമയാണ്. ये അനുബദ്ധ സംബന്ധ ബോധ അവ്യയ കലാത്തെ. അപ്പോൾ അതിനാണ് നമ്മൾ അനുബദ്ധ സംബന്ധ ബോധ അവ്യയ എന്ന് പറയുന്നത്. ജൈസെ ബച്ചോം സമേത്, മിത്രോം സമേത്, മിത്രോം സാത്ത്, നമുക്ക് അങ്ങനെയൊക്കെ പറയാൻ പറ്റും. ജൈസെ ബച്ചോം സമേത്, इसमें बच्चों के साथ संबंध कार्य की के विभक्ति नहीं है, पर बच्चों शब्द में इसमें बच्चों के साथ संबंध कार्य बच्चों शब्द में कार्य के कारण रूपांतर हुआ है. ഇപ്പം ബച്ചോം സമേത് എന്ന് പറയുന്ന ആ ഒരു വേർഡ് അവിടെ വിഭക്തി ചിഹ്നങ്ങളൊന്നും വരുന്നില്ല.
നൗണിൻ്റെ കൂടെ നൗണ് കഴിഞ്ഞാൽ അടുത്തായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ അനുബദ്ധ സംബന്ധബോധക അവ്യയം എന്ന് പറയുന്നത്. ബച്ചോം സമേതാണ് നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞത്. അതിൽ ബച്ചോം കേസാത്ത് ബച്ചോം എന്നുള്ളതിൻ്റെ കൂടെ സംബന്ധകാരകിൻ്റെ കെ എന്ന് പറയുന്ന വിഭക്തി ചിഹ്നമില്ല. കേക്കിയാണ് സംബന്ധകാരകം നമ്മൾ പഠിച്ചിട്ടുണ്ട്. കേക്കി ഒരു സെൻറ്റൻസിലെ വാക്കുകൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാരക്. അതിൽ വിഭക്തി ചിഹ്നങ്ങൾ പറയുന്നത് കേക്കി എന്നുള്ളതാണ്. പുല്ലിംഗ ഏകവചനാണെങ്കിൽ കാ എന്നും, പുല്ലിംഗം ബഹുവചനാണെങ്കിൽ കെ എന്നും, സ്ത്രീലിംഗം രണ്ട് വചനത്തിലും കി എന്നാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഇതിൽ സംബന്ധകാരക്ക് കെ വിഭക്തി നഹി ഹേ. ഈ ബച്ചം കെ സമേത് എന്നല്ല പറഞ്ഞത്, ബച്ചം സമേതായാലും വിഭക്തി ചിഹ്നമില്ല. पर बच्चों शब्द में कार्य के कारण രൂപാന്തര हुआ है. പക്ഷേ ബച്ചോം എന്ന് പറയുന്ന ആ വേർഡിൽ കാരകം ഉള്ളത് കൊണ്ടാണ് അവിടെ മാറ്റം വരുന്നത്, ബച്ചോം എന്നായിട്ട് മാറുന്നത്. അല്ലെങ്കിൽ ഇവിടെ ബച്ചേ സമേതാണ് ബച്ചോം സമേതായിട്ട് മാറുന്നത്. ഇവിടെ കെ എന്നുള്ള വിഭക്തി ചിഹ്നം ഇല്ല എങ്കിലും അത് കാരക കാരണമാണ് അവിടെ മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. ഇസി പ്രകാർ ഇതേപോലെ തന്നെ നമുക്ക് എഴുതാൻ പറ്റും മിത്രോ സഹിത്, അതുപോലെ കിനാരെ തക് ആദി. അവിടെ കെ എന്ന് പറയുന്ന അവിടെ മിത്രോ സഹിത് വരുമ്പോൾ അവിടെ കെ വിഭക്തി ചിഹ്നം നമ്മൾ കൊടുത്തിട്ടില്ല, വിഭക്തി രഹിതാണത്. പക്ഷെ അത് പ്ലൂറലായതുകൊണ്ടാണ് മിത്രോ സഹിത് എന്ന് വന്നത്. അതുപോലെ കിനാരെ തക് എന്നുള്ളത്. അപ്പോൾ അനുബദ്ധ സംബന്ധ ബോധക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ संज्ञा के बाद या संख्या के बाद विभक्ति रहित रूप में प्रयुक्त करते हैं. അനുബദ്ധ എന്ന് പറയുന്നത് വിഭക്തി രഹിതാണ്. संबद्ध എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ്യ जो संबंध बोधाव्य विभक्तियों के आगे प्रयुक्त होते हैं. വിഭക്തി സഹിതാണത്. ഇപ്പോൾ രണ്ട് തരത്തിലാണ് തിരിച്ചിട്ടുള്ളത്. ഒന്ന് സംബദ്ധാണെങ്കിൽ മറ്റത് അനുബദ്ധ സംബന്ധബോധക അവ്യ എന്നുള്ളതാണ്. അത് പ്രയോഗാനുസാരമാണ്, പ്രയോഗത്തിനനുസരിച്ച് നമ്മൾ രണ്ടായിട്ടാണ് അതിനെ തിരിച്ചത്. ഇനി ഇതിൽ വരുന്നത് കുച്ച് സംബന്ധബോധക ഐസെ ബി ഹേ जो विभक्ति सहित और विभक्ति रहित दोनों रूपों में प्रयुक्त होते हैं. അപ്പോൾ നമ്മൾ രണ്ടെണ്ണം സെപ്പറേറ്റ് പഠിച്ചു. ആദ്യത്തെ സംബദ്ധ പഠിച്ചു. സംബദ്ധിൽ എന്ന് പറഞ്ഞു വിഭക്തി സഹിതാണ് അത് വരുന്നത്, വിഭക്തി ചിഹ്നങ്ങൾ വരുന്നുണ്ട്. എന്നാൽ അനുബദ്ധ നമ്മൾ പഠിച്ചു, അതിൽ വിഭക്തി രഹിത രൂപമാണ്, വിഭക്തി ചിഹ്നങ്ങൾ വരുന്നില്ല. ഇനി രണ്ടും കൂടി വരുന്നതുണ്ട്. അതായത് കുച്ച് സംബന്ധബോധ ഐസെ ബിഹേ, കുറച്ച് സംബന്ധബോധക അവ്യയങ്ങൾ എങ്ങനെയാണ് ജോ വിഭക്തി രഹിത വിഭക്തി സഹിത് ദോനോ രൂപമേ, വിഭക്തി ചിഹ്നങ്ങളില്ലാതെയും വിഭക്തി ചിഹ്നങ്ങളോടുകൂടിയും രണ്ട് രീതിയിൽ പ്രയോഗിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സംബന്ധബോധകമുണ്ട്. അതായത് രണ്ട് തരത്തിലും പ്രയോഗിക്കാൻ പറ്റും ഇതിന് സംബന്ധബോധക അവ്യയനെ. ജൈസെ താർ ദ്വാര സമാചാർ ദേ, അതിൽ വരുന്നതാണ് താർ ദ്വാര സമാചാർ ദേ. അത് വിഭക്തി രഹിതമാണ്, വിഭക്തി ചിഹ്നം ഒന്നും തന്നെ ഇല്ല. നെക്സ്റ്റിൽ വരുന്നുണ്ട് താർ കെ ദ്വാര സമാചാർ ദേ, അതിൽ വിഭക്തി ചിഹ്നം വന്നു താർ കെ ദ്വാര. ഇപ്പോൾ നമ്മൾ ഈ ദ്വാര എന്ന് പറയുന്നത് താർക്കെ ദ്വാര എന്നോ അല്ലെങ്കിൽ താർ ദ്വാര വിഭക്തി ചിഹ്നത്തോടു കൂടിയും വിഭക്തി ചിഹ്നം ഇല്ലാതെയും നമുക്കത് പ്രയോഗിക്കാനായിട്ട് പറ്റും. അപ്പം അങ്ങനെയുള്ള സംബന്ധബോധ അവ്യയം ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ അടുത്ത പോയിന്റ് പഠിച്ചത് സംബദ്ധ കഴിഞ്ഞു, അനുബദ്ധ കഴിഞ്ഞു, അതിന് ശേഷം വരുന്നത് വിഭക്തി സഹിത और विभक्ति रहित दोनों रूपों में प्रयुक्त करने वाले कुछ സംബന്ധബോധ അവ്യയ भी है. രണ്ട് രൂപത്തിലും പ്രയോഗിക്കാൻ പറ്റുന്ന അവ്യയങ്ങളുണ്ട്. അതാണ് താർദ്വാര വിഭക്തി രഹിതാണ്, വിഭക്തി ചിഹ്നം കെ എന്നുള്ളതില്ല. നെക്സ്റ്റിൽ വരുന്നത് താർക്കെ ദ്വാര, അതിലെ വിഭക്തി സഹിതാണ്, വിഭക്തി ചിഹ്നം വരുന്നുണ്ട്. അപ്പം അങ്ങനെ രണ്ടായിട്ടാണ് അത് തിരിക്കുന്നത്. ഇനി ഇതിൽ ഇപ്പോൾ നമ്മൾ പഠിച്ചത് കുറച്ച് കാര്യങ്ങൾ പഠിച്ചത് സംബന്ധബോധകമാണ്. സംബന്ധബോധകയിൽ എന്തൊക്കെയാണ് വരുന്നത്, എന്താണ് സംബന്ധബോധകം എന്ന് പഠിച്ചു. സംബന്ധബോധകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോ അവികാരി ശബ്ദ ഹേ, സംബന്ധബോധകം എന്ന് പറയുന്നത് അവികാരി ശബ്ദമാണ്. ഇപ്പോൾ ജോ അവികാരി ശബ്ദ സംഖ്യ അഥവാ സർവനാം കെ സാത്ത് പ്രയുक्त होकर अरे प्रयोग करके वाक्य के अन्य शब्दों के साथ उनका संबंध सूचित करते हैं, उन्हें संबंध बोधक कहते हैं.
നമുക്ക് 2 മാർക്കിൻ്റെ ചോദിക്കാവുന്നൊരു ചോദ്യമാണ് സംബന്ധബോധക് കിസേ കഹത്തെ ഹെ, സംബന്ധബോധ അവ്യയ് ക്യാ ഹെ, എന്താണ് സംബന്ധബോധക്? നമ്മൾ പറയണ ഫസ്റ്റ് അവികാരി ശബ്ദമാണ്, ഒരു ചേഞ്ചും വരില്ല, അതങ്ങനെ തന്നെ ഇരിക്കും. മറ്റേത് ലിംഗത്തിനും വചനത്തിനനുസരിച്ച് മാറുന്നതാണ് നമ്മൾ പഠിച്ച മറ്റുള്ള കാര്യങ്ങൾ. പക്ഷെ ഇതിൽ മാറ്റങ്ങളൊന്നും തന്നെ വരില്ല, ലിംഗത്തിനും വചനത്തിനനുസരിച്ച് മാറ്റം വരാത്തതാണ് ക്രിയാവിശേഷം കഴിഞ്ഞ അടുത്ത് വരുന്നത് സംബന്ധബോധകം എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ എക്സാമ്പിളിന് കെ സാമനെ, കെ പീച്ചെ, കെ പാസ്, കെ കിനാരെ, ഇതൊക്കെ അതിന് എക്സാമ്പിളാണ്. ഇനി ഇത് നമ്മൾ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് प्रयोग के अनुसार संबंधबोध अवयवों के 2 भेद होते हैं, संबद्ध संबंधबोध अव्यय, दूसरा अनुबद्ध संबंधबोधक अव्यय. फर्स्ट संबद्ध ആണ്, अन्य विभक्तियों के आगे जो संबंधबोध अव्यय विभक्तियों के आगे प्रयोग करते हैं उसे संबंधबोध संबंधबोध अव्यय कहते हैं. राम के पास कुछ भी नहीं है, उसमें के पास संबद्ध है. अवले इसके सिवा तुम कर ही क्या सकते हो, इसमें के सिवा संबंधबोधक है. നെക്സ്റ്റ് അനുബദ്ധ പഠിച്ചു. അനുബദ്ധ എന്ന് പറഞ്ഞാൽ जो संबंधबोध अव्यय संख्या के बाद विभक्ति रहित रूप में प्रयोग करते हैं, वे अनुबद्ध संबंधबोध अव्यय कहते हैं. मित्रों सहित, बच्चों साथ, छात्रों सहित, बच्चों समेत, ഇതിലൊന്നും വിഭക്തി ചിഹ്നങ്ങൾ വരുന്നില്ല. കെ സംബന്ധകാരയ്ക്ക് വിഭക്തി ചിഹ്നഹേ കെ സ്മേനഹി അദ്ദേഹേ, ഇതിൽ വരുന്നില്ല. ഇപ്പം മിത്രോം സഹിതായാലും ബച്ചോം സമേതായാലും ഛാത്രോം സഹിതായാലും അങ്ങനെ ഒന്നിലും തന്നെ ഈ വിഭക്തി ചിഹ്നം വരുന്നില്ല. ഇത് കൂടാതെ നമ്മൾ പഠിച്ച് कुछ संबंधबोधक अव्यय इसी प्रकार है जो विभक्ति रहित और विभक्ति सहित दोनों रूपों में प्रयोग करते हैं. വിഭക്തി ചിഹ്നത്തോടു കൂടിയിട്ടും വിഭക്തി ചിഹ്നങ്ങളില്ലാതെ 2 തരത്തിലവിടെ പ്രയോഗിക്കുന്നു. അതിന് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു താർദ്വാര സമാചാർദേ, കെ ദ്വാര, അടുത്തതിൽ നമ്മൾ താർക്കേ ദ്വാര സമാചാർദേ. അപ്പോൾ ഒന്നിൽ നമ്മൾ വിഭക്തി രഹിതമാണ്, വിഭക്തി ചിഹ്നം വന്നില്ല, കെ എന്ന് പറയുന്ന സംബന്ധകാരകൻ്റെ വിഭക്തി ചിഹ്നം വന്നില്ല. രണ്ടാമത്തേൽ താർക്കേ ദ്വാര, അതിൽ കെ ദ്വാര അവിടെ വിഭക്തി ചിഹ്നം വന്നു. അപ്പോൾ വിഭക്തി രഹിതമാകുമ്പോൾ നമ്മൾ ഏതിലാണ് വരുന്നത്? അനുബദ്ധത്തിലാണ് വരുന്നത്. വിഭക്തി സഹിതമാണെങ്കിലോ വരുന്നത് സംബദ്ധത്തിലാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് കുറച്ച് കാര്യങ്ങളും പഠിക്കാനുണ്ട്. ഉറുദുവിൻ്റെ സാന്നിധ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് വരുന്നത്? ഉറുദു के प्रभाव से संबंधबोध अव्यय का प्रयोग संख्या के पूर्व भी होने लगा है. ഇനി ഉറുദു ഭാഷയുടെ സ്വാധീനത്താൽ സംബന്ധബോധ അവ്യയം എന്ന് പറയുന്നത് അതിൻ്റെ പ്രയോഗം നൗണിൻ്റെ മുൻപാണ് നടക്കുന്നത്. ഇപ്പോൾ ഇത്ര നേരം നമ്മൾ പറഞ്ഞത് ഒന്നുകിൽ നൗണിനോ പ്രോനൗണിന് ശേഷമാണ് വരുന്നത്. ഇപ്പോൾ ഇതിൽ വരുന്നത് നൗണിന് മുൻപ് വയ്ക്കുന്ന കാര്യമാണ് ഇനി പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ പഠിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.